ഹലോ എവ്രി വൺ. നമ്മളിന്ന് അറിയാതെ സോങ്ങിൻ്റെ ഈ ഒരു കോറിയോഗ്രഫിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഐ ഹാവ് ഡിവൈഡഡ് ദ കോറിയോഗ്രഫി ഇൻ ടു 2 പാർട്സ്, സോ ഇറ്റ് വിൽ ബി ഈസി ടു ഫോളോ. എല്ലാ സ്റ്റെപ്പും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൗണ്ട്സ് വെച്ചാണ് പഠിക്കുക, എന്നിട്ട് ലാസ്റ്റ് മാത്രമാണ് സോങ് വെച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് പാർട്ട് 1. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. The whole video is flipped, so my right is your right and my left is your left. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 2. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, കുറച്ച് ലെഫ്റ്റിലേക്ക് ടേൺ ആയിട്ട് നിൽക്കണം, ലെഫ്റ്റ് കോർണറിലേക്ക്. എന്നിട്ട് കാല് അത്യാവശ്യം വൈഡാക്കി വെക്കുക. നമ്മളുടെ റൈറ്റ് ലെഗ് ആദ്യം ബെൻഡ് ചെയ്യണം, ലെഫ്റ്റ് ലെഗ് നേരെ വെക്കുക, വെയിറ്റ് മൊത്തം റൈറ്റ് ലെഗിൽ. അത് കഴിഞ്ഞിട്ട് അത് നേരെ ചേഞ്ച് ചെയ്യുക. ലെഫ്റ്റ് ലെഗിലേക്ക് വെയിറ്റ് പോകണം, റൈറ്റ് ലെഗ് സ്ട്രെയിറ്റ് വെക്കണം. ഓക്കെ. ഇനി നമ്മുടെ കൈ റൈറ്റ് ഹാൻഡ് താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ ലെഫ്റ്റ് താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ റൈറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവരാം, ഒരു വേവ് പോലെ. എൽബോസ് കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കണം. അപ്പോൾ കാലിൻ്റെ കൂടെ വരുമ്പോൾ 1 and 2. ഒന്നുകൂടി ചെയ്ത് നോക്കാം. കൈയും കാലും ഒരുമിച്ച് 1 and 2. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 3 and 4. അതെങ്ങനെയാണ് വരാമെന്ന് വെച്ചാൽ 1 2 3 4. അപ്പോൾ ഇതിന് നമ്മൾ വെറുതെ സമത്തിൽ നിന്നാൽ മതി, കാൽ രണ്ടും കൂട്ടി വെച്ചിട്ട്. കൈ എന്നിട്ട് റിസ്റ്റാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പുറത്തേക്ക്, ഉള്ളിലേക്ക്, എന്നിട്ട് പുറത്തേക്ക്, എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ വരും. ഓക്കെ. അപ്പോൾ 1 2 3 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നിന്നേന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സ്കേർട്ടിൽ ഇങ്ങനെ വെറുതെ പിടിക്കുക, ഗ്രാബ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ റൈറ്റ് സൈഡിൽ ഒരാൾ നിൽക്കുന്ന പോലെ അയാളെ പോയിൻ്റ് ചെയ്യുക, ഇതുപോലെ. ഓക്കെ. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോയിൻ്റ് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞ് തിരിയുക. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞ് നിൽക്കണം, എന്നാലേ നമ്മളുടെ സൈഡ് ശരിയാവുള്ളൂ. തിരിഞ്ഞ് നിന്നിട്ട് ഇതാണ് സ്റ്റെപ്പ് വരാം. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, അരമണ്ഡലത്തിലിരിക്കുക. എന്നിട്ട് റൈറ്റ് ലെഗ് ടോസിൽ ആയിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ. ഹീൽസ് ലിഫ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് കൈ ഇങ്ങനെ പോവും. ഒന്നുകൂടി കാണിച്ചു തരാം. കൈ ഈ മുദ്രയിൽ വെക്കുക. എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക. റൈറ്റ് സൈഡിലേക്ക് ബോഡി ഒന്ന് ടിൽറ്റ് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, ഇതുപോലെ അരമണ്ഡലത്തിലിരിക്കുക, ഹീൽസ് ലിഫ്റ്റ് ചെയ്ത് വെക്കുക റൈറ്റ് ലെഗിൽ. എന്നിട്ട് ഇങ്ങനെ. ഓക്കെ. അപ്പോൾ നമുക്കൊന്നുകൂടി ചെയ്യാം. 1 2 3 4 5 6 ടേൺ 7 8. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഹംസം സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ റൈറ്റ് ലെഗ് ഇതുപോലെ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. കണ്ടില്ലേ, റൈറ്റ് ലെഗാണത്, ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ലെഫ്റ്റിലേക്ക് ബോഡി ഒന്ന് ടിൽറ്റും ചെയ്യണം മുകളിലേക്കായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക. കണ്ട, ഇതുപോലെ. അത് കഴിഞ്ഞ് നമ്മളുടെ കൈ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഇങ്ങനെ ഒന്ന് എൽബോ ബെൻഡ് ചെയ്ത് ഇതുപോലെ വെക്കുക. റൈറ്റ് ഈ മുദ്രയിൽ ഹംസത്തിനെ കാണിക്കാനാണ്, ഇതുപോലെ. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് പോവാം, താഴേന്ന് മുകളിലേക്ക്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്ത് ടിൽറ്റായി നിന്നത് ലെഫ്റ്റിലേക്ക് ബെൻഡാവും. ദേ ഇതുപോലെ. കണ്ടില്ലേ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം കാല് നമ്മൾ ഡ്രാഗ് ചെയ്യണം. ചെയ്ത് നോക്കാം. 5 6 7 8 1 and 2. കണ്ടില്ലേ. ഓക്കെ. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. 5 6 7 8 1 2 3 4 5 6 7 8 1 2. ഇനി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പൊസിഷനിൽ നമ്മളിങ്ങനെ ടേൺ ആവാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ
കാലിതാ ഇതുപോലെ ടേൺ ചെയ്ത് കൊണ്ടുവരാം. കണ്ടില്ലേ? എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യാം. കൈ നമ്മളുടെ ഇങ്ങനെ പോവും, പാട്ട് കാണിക്കാൻ വേണ്ടി. ഓക്കെ, കൈ മുദ്രയിൽ മുകളിൽ നിന്ന് ചെവിയുടെ അവിടം വരെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് നമ്മളിത് ചെയ്തുകൊണ്ടാണ് ടേൺ ചെയ്യുക. കണ്ടോ? ആ സമയത്ത് നമ്മളുടെ കാല് ഇതുപോലെ വരും, റൈറ്റിലേക്ക് ബാക്കിൽ, എന്നിട്ട് ലെഫ്റ്റിലോട്ടൊന്ന് ബോഡി ബെൻഡ് ചെയ്യുക, ടിൽറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നുകൂടി ചെയ്യാം. ഇതാ കണ്ടില്ലേ? ഇതുപോലെ കൈ അറ്റ് ദ സെയിം ടൈം അത് കൊണ്ടുവരാൻ വേണം. ഓക്കെ, അപ്പോൾ 5, 6, 7, 8, 1 and 2. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടേണിംഗ് ആണ്. അപ്പോൾ അതിന് നമ്മളുടെ ലെഗ് ഒന്നില്ലെങ്കിൽ ഇതുപോലെ റൈറ്റ് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ടേൺ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ 2 കാലുമേട്ട് ഇങ്ങനെ ടേൺ ചെയ്താൽ മതി. അതാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഹാൻഡ് ഇതാ ലെഫ്റ്റ് ഹാൻഡ് ഡോളയിലും റൈറ്റ് ഇതാ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക്. ഞാൻ മുദ്രാവസം അവിടെ കൊടുക്കുക, അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. ലെഫ്റ്റ് തളർത്തിയിടുക, റൈറ്റ് ഇതാ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇതാ കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതാ ഇതുപോലെ വരും. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 3 and 4 കണ്ടില്ലേ? അത് കഴിഞ്ഞ് 5, 6 ഇതാ കണ്ടോ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡോളയിൽ തന്നെ, പക്ഷേ അത് ബോഡിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം, സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. റൈറ്റ് നമ്മളുടെ മുകളിൽ നിന്ന് ഷോൾഡർ മേലേക്ക് വരും ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ ഒന്നിരിക്കുക. ഇവിടെ ലെഫ്റ്റ് ലെഗാണ് നമ്മൾ ഹീൽസ് പൊക്കി വെച്ചേക്കുന്ന. ഇതാ ഈ പോസിലിരിക്കാം. ഒന്നും കൂടി ചെയ്യാം. ഇവിടുന്ന് 5, 6, 7, 8, 1, 2, 3, 4. So this was the first half of the choreography. I hope it was very clear to you all. I will be uploading the second part very soon. So thank you for watching.